നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇതാര്? വർഷയുടെ കൂട്ടുകാരനോ? അതെ, ശ്യാം. വെറും കൈയോടല്ല നിങ്ങളെ കാണാൻ വന്നത്. കയ്യിലൊരു ഗിഫ്റ്റും ഉണ്ട്. ആഹാ, ക്രിമിനലാണ് നിങ്ങളെന്ന് തെളിയിക്കാനുള്ള എല്ലാ എവിഡൻസും അടങ്ങിയ ഒരു ഗിഫ്റ്റ്. കല്യാണ മണ്ഡപത്തിൽ വെച്ച് വിക്രമന് താലി എടുത്തു കൊടുത്തത് ഇവനല്ലേ? വർഷയുടെ കൂട്ടുകാരൻ. ഇവന് വർഷയുടെ ചേട്ടത്തി വന്ദനയായിട്ട് എന്താ ബന്ധം? നീ വന്ദനയ്ക്ക് അവനോട് പ്രേമമാണോ? ഇനി അതുകൊണ്ടാണ് എന്നെ ഒഴിവാക്കുന്നത്? ഏയ്, അതാവില്ല. അനിയത്തിയുടെ കൂടെ പഠിച്ച പയ്യൻ, അത് ലോജിക്കല്ല. അല്ല, ഇതാരാ? വന്ദന ചേച്ചിയോ? വർഷ പറഞ്ഞ് ഈ പേര് കേൾക്കാത്ത ഒരു ദിവസം പോലും ഇല്ല. ഇരുമയും ഒരു മനസ്സും അല്ലേ രണ്ടുപേർക്കും? എന്താ ഇവിടെ നിൽക്കുന്നത്? എങ്ങോട്ടെങ്കിലും പോകാനാണെങ്കിൽ ഞാൻ ലിഫ്റ്റ് തരാം, കയറിക്കോ. വേണ്ട. ഓ, ലിഫ്റ്റിന് വേണ്ടി വന്നതല്ല. ആഹാ, എന്റെ വർഷയെ ഇപ്പൊ അവള് പെട്ടിരിക്കുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി വന്നതാ. വന്ദന ചേച്ചി എന്തൊക്കെയായി പറയുന്നത്? നല്ല സാഹിത്യമുണ്ട് ഭാഷയ്ക്ക്. വേണ്ട, അഭിനയൊന്നും വേണ്ട. ഓ, ബന്ധം പറഞ്ഞ് വഴി തിരിച്ചുവിടാനും നോക്കണ്ട. ഞാനും നിങ്ങളും തമ്മിൽ ഒരു വലിയ അന്തരമുണ്ട്. നിങ്ങൾ ലോകം കണ്ട ഏറ്റവും വലിയ ക്രിമിനൽ. ഞാനൊരു പാവം പെൺകുട്ടിയെ ചതിക്കുടിയിൽ നിന്ന് കരകയറ്റാൻ നോക്കുന്ന അവളുടെ കൂടെ പിറപ്പ്. എന്റെ വർഷം അവളുടെ ജീവിതം വെച്ച് കളിക്കുകയാണ് നീ. അത് തീക്കളിയാണ്. അവൾക്ക് ആരുമില്ലെന്ന ധാരണയൊന്നും വേണ്ട. വർഷയെ രക്ഷിക്കാൻ ഞാൻ എന്റെ അവസാന നിമിഷം വരെയും കാണും. ചേച്ചി എന്തൊക്കെയോ വിളിച്ചു പറയുന്നു. എന്തോ ബുദ്ധിഭ്രമം ബാധിച്ചതുപോലെ. എന്റെ ഭാര്യയും ബന്ധുക്കളെയെല്ലാം സ്വന്തം കുടുംബാംഗങ്ങളെ പോലെ ഞാൻ സ്നേഹിക്കുന്നത്. അനാഥനായ ഞാൻ ജീവിക്കുന്നത് പോലും നിങ്ങൾക്ക് വേണ്ടിയാ. ആ സത്യം ചേച്ചി ഇനി മനസ്സിലാക്കിയില്ലല്ലോ. സങ്കടമുണ്ട്. അഭിനയം ഗംഭീരം. ഈ അഭിനയൊക്കെ വെറും പുറംപൂച്ചാണെന്ന് ലോകം മനസ്സിലാക്കാൻ ഇനി അധിക സമയമെടുക്കില്ല. ഓ, ഇതാര്? വർഷയുടെ കൂട്ടുകാരനോ? അതെ, ശ്യാം. വെറും കൈയോടല്ല നിങ്ങളെ കാണാൻ വന്നത്. കയ്യിലൊരു ഗിഫ്റ്റും ഉണ്ട്. ആഹാ, ക്രിമിനലാണ് നിങ്ങളെന്ന് തെളിയിക്കാനുള്ള എല്ലാ എവിഡൻസും അടങ്ങിയ ഒരു ഗിഫ്റ്റ്. നിങ്ങൾ വിൽക്കുന്നത് മാരക വിഷമുള്ള മയക്കുമരുന്നാണെന്ന് തീർച്ചപ്പെടുത്തുന്ന ലാബ് റിപ്പോർട്ട്.
സാമ്പാറിനുള്ള പച്ചക്കറികൾ നുറുക്കി വെക്കേ. തേങ്ങ ചെരുവി കഴിഞ്ഞിട്ട് സാമ്പാറിന് അരിയാമേ. ആ അയ്യോ മോളെ, മോള് കത്തി എടുക്കല്ലേ, കൈ മുറിയും. പച്ചക്കറി ഞാനറിയ സുചിത്രാന്റി. അത് കൊള്ളാം. മോൾ ഈ കത്തി വെച്ച് പച്ചക്കറി അരിയാറായിട്ടില്ല. അത്രയാകുമ്പോ സുചിത്രാന്റി തന്നെ മോളെ കൊണ്ട് ഒരു വലിയ സദ്യക്കുള്ള പച്ചക്കറി അരിയിക്കാം. എന്താ പോരെ? ഇപ്പൊ എന്റെ ദിയമോക്ക് കറിക്കരിയണോന്ന് തോന്നാൻ കാരണം എന്താ? വർഷാന്റിയുടെ കല്യാണം കഴിഞ്ഞ പോലെ ദിയമോളെയും കല്യാണം കഴിയല്ലോ. അപ്പൊ ദിയമോൾക്ക് ഇതൊക്കെ ചെയ്യണ്ടേ? ആ അപ്പൊ കല്യാണം കഴിക്കാൻ വേണ്ടി ആള് പച്ചക്കറി അറിയാൻ വേണ്ടി വന്നതാണല്ലേ? അല്ല, ആള് ചെറുക്കനൊക്കെ കണ്ടുവെച്ചോ? അമ്മേ, കല്യാണ പെണ്ണിന്റെ മുഖത്തെ നാണം കണ്ടില്ലേ? അച്ചോടാ. അയ്യോ വേണ്ട 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 വേണ്ട. ഇനി കല്യാണം കഴിക്കാൻ വേണ്ടി പച്ചക്കറി അറിയാനൊന്നും മോള് പഠിക്കണ്ട. ദിയമോളെ ഞങ്ങള് കെട്ടിച്ചയക്കാൻ പോകുന്നതേ വലിയൊരു വീട്ടിലേക്കാ. അവിടെ പാചകത്തിന് വേലക്കാരികളൊക്കെ ഉണ്ടാവും. മോക്കൊന്നും ചെയ്യേണ്ടി വരില്ല. മോൾ എന്തേ ആലോചിക്കുന്നത്? ഭാവി ഭർത്താവിനെ കുറിച്ചാണോ? ആളെങ്ങനെയാ, സുന്ദരനായിരിക്കോ? എന്നാ കൈ മുറിയാതെ പതുക്കെ പച്ചക്കറി അരിഞ്ഞു തുടങ്ങിക്കും. അയ്യോ വേണ്ട, കുഞ്ഞിന്റെ കൈ മുറിയും. ഇല്ല അച്ഛമ്മേ, മോള് ചെയ്തോളാം. ആഹാ അല്ല, ഇതാരാ ഈ പച്ചക്കറി അരിയുന്നേ? ഇത് സാമ്പാറിനാണോ അവിയലിനാണോ? അവിയലിന്. മോളെ കൈ മുറിക്കരുത് കേട്ടോ. ഹരിതേ, അടുത്ത മാസം ലീവ് എടുക്കേണ്ടി വരും. ദിയമോളുടെ കല്യാണോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.